യോന യഹോവയുടെ പ്രവാചകനായിരുന്നു. ഇസ്രായേലിന്റെ വടക്കൻ ഭാഗമായ ഗലീലിൽ താമസിച്ചിരുന്നത്. യോന എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അവൻ നിനവേലെ ജനങ്ങൾക്ക് നൽകിയ പ്രവചനാണ്. എങ്കിലും അതിനു മുമ്പ് തന്നെ യോന പറഞ്ഞ പ്രവചനങ്ങൾ അനുസരിച്ച് പല കാര്യങ്ങളും സംഭവിച്ചിരുന്നു. ദൈനംദിന ധ്യാനം. അവർ യോനാവിനെ എടുത്ത് കടലിൽ എറിഞ്ഞു. അപ്പോൾ കടലിന്റെ കോപം ശമിച്ചു. യോന 1-ാം 15-ാം വാക്യം. യോന യഹോവയുടെ പ്രവാചകനായിരുന്നു. ഇസ്രായേലിന്റെ വടക്കൻ ഭാഗമായ ഗലീല പ്രദേശത്താണ് അവൻ ജീവിച്ചിരുന്നത്. യൊരോബെയാം കാലത്ത് ഇസ്രായേൽ ദേശം 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു: വടക്കൻ രാജ്യം, തെക്കൻ രാജ്യം. പ്രവാചകൻ യോന വടക്കൻ രാജ്യത്തിലെ പിന്നീട് വന്ന രാജാവായ യൊരോബെയാം 2-ാമന്റെ കാലത്താണ് ജീവിച്ചിരുന്നത്. ഈ യൊരോബെയാം 2-ാമൻ യേഹുവംശത്തിലെ 4-ാമത്തെ രാജാവായി ദീർഘകാലം ഭരിച്ചിരുന്നു. യൂദാ രാജാവായ യോവാഷിന്റെ മകനായ അമസ്യാവിന്റെ 15-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ യോവാഷിന്റെ മകനായ യൊരോബെയാം സമാര്യയിൽ രാജാവായി 41 വർഷം ഭരിച്ചു. അവൻ യഹോവയുടെ കൺമുന്നിൽ ദോഷം ചെയ്തു. ഇസ്രായേലിനെ പാപത്തിലാക്കിയത് നെബാത്തിന്റെ മകനായ യൊരോബെയാം ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും അവൻ വിട്ടുമാറിയില്ല. 2 രാജാക്കന്മാർ 14-ാം അധ്യായം 23-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ. യോനയുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അവൻ നിനവയിലെ ജനങ്ങൾക്ക് പ്രസംഗിച്ച പ്രവചനാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ യോന പ്രസംഗിച്ച പ്രവചനങ്ങൾ അനുസരിച്ച് പല കാര്യങ്ങളും സംഭവിച്ചിരുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ തന്റെ ദാസനായ ഗാദ്ഹെഫരിൽ നിന്നുള്ള അമിത്തായിയുടെ മകനായ പ്രവാചകൻ യോനയുടെ മുഖാന്തരം പറഞ്ഞ വാക്കനുസരിച്ച് ഹമാത്തിന്റെ പ്രവേശനത്തിൽ നിന്ന് അറാബ് സമുദ്രം വരെ ഇസ്രായേലിന്റെ അതിരുകൾ അവൻ പുനഃസ്ഥാപിച്ചു. 2 രാജാക്കന്മാർ 14:25. ഒരു ദിവസം യഹോവയുടെ വചനം യോനയിലേക്ക് വന്നു. ദൈവം യോനയോട് പറഞ്ഞു, എഴുന്നേറ്റ് മഹാനഗരമായ നിനവിലേക്ക് പോവുകയും അവർക്കെതിരെ പ്രസംഗിക്കുകയും ചെയ്യുക, കാരണം അവരുടെ ദുഷ്പ്രവർത്തികൾ എന്റെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നിനവ് അശൂരിന്റെ തലസ്ഥാന നഗരാഹിത്. എന്നാൽ യോന ദൈവത്തിന്റെ വചനം അനുസരിച്ചില്ല. നിനവിലേക്ക് പോകുന്നതിന് പകരം അവൻ കൂലി കൊടുത്ത് തർശീഷിലേക്കുള്ള ഒരു കപ്പലിൽ കയറി യഹോവയുടെ സാന്നിധ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. യോനയുടെ അനുസരണക്കേടിന്റെ കാരണം യഹോവ കടലിൽ ഒരു വലിയ കാറ്റയച്ചു. കടലിൽ അത്രയും ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റുയർന്നു. കപ്പൽ പൊട്ടിപ്പോകുമെന്നതുപോലെ തോന്നിച്ചു. അപ്പൊ കപ്പൽക്കാരെല്ലാം ഭയപ്പെട്ടു. ഓരോരുത്തരും തങ്ങളെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവര് കപ്പലിൽ നിന്നുള്ള ചരക്കുകളെ കടലിലേക്ക് എറിഞ്ഞു, കപ്പൽ ഭാരം കുറയ്ക്കാനായി. എന്നാൽ യോന കപ്പലിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തേക്ക് ഇറങ്ങി കിടന്ന് ആഴത്തിലുള്ള ഉറക്കത്തിലായിരുന്നു. അവർ കപ്പലിൽ ഭാഗ്യചിഹ്നം എറിഞ്ഞു, ഈ ദുരന്തം ആരുടെ കാരണമാണ് വന്നതെന്ന് കണ്ടെത്താൻ. അവർക്ക് മനസ്സിലായപ്പോ ഇത് യോനയുടെ കാരണമാണെന്ന് അവർ യോനയെ പിടിച്ച് അവന്റെ വാക്കുപോലെ കടലിലേക്ക് എറിഞ്ഞു. ഉടനെ കടലിലെ കൊടുങ്കാറ്റ് ശമിച്ചു, സമാധാനമായി. നിങ്ങളുടെ ജീവിതത്തിലെ ഇന്ന് വലിയ കലഹം അനുഭവപ്പെടുന്നുണ്ടോ? ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം നിങ്ങളുടെ ജീവിതത്തില് ദൈവത്തോടുള്ള അനുസരണയില്ലായ്മ എവിടെയാണ് എന്ന് പരിശോധിക്കുകയാണ്. അത് ശരിയാക്കൂ, പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ കലഹം അവസാനിക്കും, സമാധാനം ലഭിക്കും. അപ്പോൾ അവൻ അവരുടെ അടുത്ത് കപ്പലിൽ കയറി, കാറ്റ് ശമിച്ചു. അവർ അത്യന്തം അതിശയിച്ചു, അത്ഭുതപ്പെട്ടു. മാർക്ക് 6:51. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ. ആമേൻ.